ജെസിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചോറിലേക്ക് വേണ്ടിയിട്ടാണ് സോയ പൊരിച്ച് വെച്ചത്. അപ്പോൾ സോയ പൊരിച്ച് വെച്ചപ്പോഴാണ് നമുക്ക് ഇതായിട്ടൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ എന്ന് ആലോചിച്ചത്. നമുക്ക് ഇതായിട്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. സാധാ പോലെ തന്നെയാണ്. സാധാരണ നമ്മൾ നോർമൽ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുക, ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് സോയ വെച്ചിട്ടും ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ നമ്മളൊരു കടായി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം നെയ്യിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഒരു ലേശം ഉള്ളി എടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മുരിഞ്ഞ് വരട്ടെ. നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 10-15 കിസ്മിസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉണക്കമുന്തിരി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് റെഡി ആയി വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല, അതിൻ്റെ കയ്യിലില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇത് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതാ അതേ പാനിലോട്ട് നമ്മൾ ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ കുറച്ച് മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അധികം മസാല ആക്കുന്നില്ല, കുറച്ച് മസാല ആക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാത്തിനും കൂടിയിട്ടാണ് ഇപ്പോൾ 4 ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 സവാള ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് മസാല ആക്കിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരട്ടെ. ലേശം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ടീസ്പൂണാണ്. അപ്പോൾ ആ ഒരളവിലാണ് നമുക്കിപ്പോൾ അറിയാമല്ലോ ഉണ്ടാക്കുമ്പോൾ എത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴന്ന് വരട്ടെ. പച്ചച്ചോവൊക്കെ ഒന്ന് മാറി വരട്ടെ. ഞാനൊരു 3 തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് പകുതി നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. മുക്കാൽ ഭാഗം നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2 പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6 ഗ്രാമ്പു, 2 ഏലക്കായ, ചെറിയ ജീരകം, ബേ ലീഫ് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നതിൽ രണ്ടും കൂടിയിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്കിനി ഇതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണ് ചില്ലി സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ഈ ബേ ലീഫും ഏലക്കയും ഇതൊക്കെ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഇത് ഞാൻ കുറേ നേരമായി ഉണ്ടായിരുന്നു ഈ പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് നല്ല ചൂടായി കിടക്കുകയായിരുന്നു. അപ്പോൾ എണ്ണ നന്നായി ചൂടായ കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഉള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഉണ്ടാക്കുമ്പോൾ ആദ്യം നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ അധികം മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല, പൊടികൾ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇത്തിരി മസാല മാത്രമേ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ കുറച്ച്
ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതും. കുറച്ച് സാധനമാണ് നമ്മൾ റൈസ് മാത്രമേ നമ്മൾ ഇതിൽ ഇടുന്നുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. വേറെ മസാലകളൊന്നും നമ്മൾ ഇതിൽ ഇടുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വന്ന് അതിന് പച്ച ചുവപ്പൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് സോയ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സോയ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സോയാബിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് ഇതിലൊന്ന് നന്നായിട്ട് പിടിച്ച് തരട്ടെ. നമുക്കിതൊന്ന് നന്നായിട്ട് വറ്റിടും. ഇനി നമുക്കിതിൽ ഒരു ലേശം പൊളിക്ക് ആവശ്യമായിട്ടുള്ള സുർക്ക ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് 2 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ തൈര് നമ്മൾ ഇതിൽ തൈര് നല്ല കട്ടിയുള്ള തൈരാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിതിൽ തീരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ആ ഉള്ളി വഴറ്റുമ്പോൾ മാത്രമുള്ള ഉപ്പ് മാത്രമേ നമ്മളിത് ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നോക്കിയിട്ട് ഇതിൽ ഉപ്പ് ചേർക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇനി ഇതൊന്നും ഇവിടെ ഇരിക്കട്ടെ. സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. റൈസ് വേവിക്കാനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഒരു അരപ്പാത്രം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 2 പച്ചമുളക് അതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 കപ്പ് അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ ആവട്ടെ. അപ്പോഴത്തേന് നമ്മൾ വെള്ളം ഒന്ന് തിളച്ച് തരട്ടെ. ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസ് നന്നായി വെള്ളമൊക്കെ ഊറ്റി വാർത്തി വെച്ചതാണ്. ഇത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വെക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് എന്തായി എന്നുള്ളത് നമുക്ക് നോക്കാം. ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു തുറന്നിട്ട്. ഇതാ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റിയെടുക്കാം. അത് നമ്മുടെ സോയ ഞാനൊന്നുകൂടി ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒന്നാകെ ഇത് ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മുകളിലായിട്ട് ലേശം നെയ്യ് തൂവി കൊടുക്കാം. നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും മുന്തിരിയും കൂടിയിട്ട് വറുത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് ഇതിൽ തൂവി കൊടുക്കാം. ബാക്കി നമുക്ക് സെർവ് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ തൂവി കൊടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ, 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റോളം ആവി കയറ്റി കഴിഞ്ഞാൽ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ സോയാബീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് ഇളക്കി നോക്കാം. മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സോയാബീൻ ബിരിയാണി ഇവിടെ നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.